അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധമായ റമദാൻ മാസത്തിലെ 10ാമത്തെ തറാവീഹ് ഒരുവൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ ലോക നന്മകൾ കൈവരിക്കുവാൻ അവന് സാധിക്കും. ദുനിയാവിലും ആഖിറത്തിലും അവന് വലിയ നന്മകളാണ് ഈ നിസ്കാരത്തിലൂടെ ലഭ്യമാകുന്നത്. ദുനിയാവിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമാണ്? ജീവിക്കാൻ ആവശ്യമുള്ള ആരോഗ്യമുള്ള ശരീരം നമുക്ക് ആവശ്യമാണ്. അതുപോലെ സമ്പത്ത്, വിഷമങ്ങളിൽ നിന്നൊരു മോചനം, അറിവ് ലഭ്യമാകല്, ഇതൊക്കെ ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് ഉതകമാകുന്ന കാര്യങ്ങളാണ്. ഇത് കൈവരിക്കുവാൻ ഈ നിസ്കാരത്തിലൂടെ സാധിക്കുന്നു. ഇനി ആഖിറത്തിലെ വിഷയങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആഖിറത്തിലെ നന്മകൾ എന്തൊക്കെയാണ്? ഖബറിൽ നമുക്കൊരു രക്ഷ വേണം. വിചാരണ സമയത്ത് റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ളൊരു കാരുണ്യം വേണം. അതുപോലെ നരകത്തിൽ നിന്നൊരു മോചനം വേണം. സ്വർഗപ്രവേശനം ആവശ്യമാണ്. ഇത് രണ്ടും ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും ഈ വിഷമങ്ങളിൽ നിന്നെല്ലാം മോചനം, വലിയ നന്മകൾ ഈ നിസ്കാരത്തിലൂടെ ലഭ്യമാകുമെന്ന് പഠിപ്പിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിൽ 201-ാമത്തെ ആയത്തുണ്ട്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. എന്താണ് പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുന്നത്? ദുനിയാവിലും ആഖിറത്തിലും നന്മകൾ വേണമേ എന്ന് റബ്ബിനോട് ചോദിക്കുകയാണ്. അത് മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിസ്കാരത്തിലൂടെ നമുക്ക് നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോകത്തും വിജയിച്ച മുത്തുമുഅ്മിനീങ്ങളിൽ സാധുക്കളായ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.